അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. നമ്മുടെ പടവലങ്ങയും പരിപ്പും ചേർത്തിട്ടുള്ള ഒഴിച്ചുകറി. ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കറിയിൽ ഞാൻ പുളി ചേർക്കില്ല. അത് ഇപ്പോഴേ പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒഴിച്ചുകറി റെസിപ്പികൾ ചെയ്യുമ്പോൾ പലപ്പോഴും പറയാറുള്ളതാണ് പുളി ചേർക്കില്ല, തക്കാളി ചേർക്കില്ല എന്നൊക്കെ. എങ്കിലും അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെങ്കിലും വീഡിയോയിൽ കമന്റ്സ് വരാറുണ്ട്, എന്താണ് പുളി ചേർക്കാത്തത്, എപ്പോഴാണ് പുളി ചേർക്കേണ്ടത്, ഇതിൽ പുളി ചേർത്താലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുളി താല്പര്യമുള്ള ആളുകൾക്ക് തക്കാളിയോ പുളിയോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കറികളിൽ പൊതുവെ തക്കാളിയാണ് ആഡ് ചെയ്യുക പുളിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. താല്പര്യമുള്ള ആളുകൾക്ക്, താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഞാൻ ചെയ്യുന്ന രീതി തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ ചില കറികളിൽ പുളി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പുളി ചേർക്കാതെ ചെയ്യുന്നത്. പിന്നെ പടവലങ്ങയും പരിപ്പും ഒരുമിച്ച് കുക്ക് ചെയ്യുന്നെങ്കിൽ ഒരുമിച്ച് കുക്ക് ചെയ്യാം. ചട്ടിയിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിനൊരു ടേസ്റ്റ് കൂടുതലുണ്ട്. നമ്മുടെ നാടൻ കറികൾ നമ്മൾ ചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. പരിപ്പ് മാത്രം കുക്കറിൽ കുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കറി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടാവും. പിന്നെ അധികം ഗ്രേവി ഉള്ള രീതിയിലാണ് കറി വേണ്ടതെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടുക. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞു, ഒരു ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കി വെച്ചു, വൈകുന്നേരം ആകുമ്പോൾ കറി തിക്കായി പോയിന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഇല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. പച്ചവെള്ളം ചേർക്കരുത്. പച്ചവെള്ളം ചേർത്തിട്ട് കറി ചൂടാക്കുകയും ചെയ്യരുത്. ആ ചൂടുവെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാകുമ്പോൾ കറക്റ്റായിട്ട് കറി ആ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി കറക്റ്റായി കിട്ടും. അല്ലാതെ നമ്മൾ വീണ്ടും കുക്ക് ചെയ്യരുത്. അപ്പോൾ അത് ബബിൾസ് വന്ന് തിളച്ച് കൺസിസ്റ്റൻസി മൊത്തത്തിൽ മാറിപ്പോവും. അത് മാത്രമേ ഇതിലൊരു ശ്രദ്ധിക്കാനുള്ള കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ പടവലങ്ങയും പരിപ്പും കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പടവലങ്ങയും പരിപ്പും കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് തൂരപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ വരുമ്പോൾ തന്നെ കുക്കാവാൻ പാകത്തിലാണ് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യുന്നത്. പിന്നെ കുറച്ചധികം ഒരു 20 ഉള്ളി എടുത്തിട്ടുണ്ട്. 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു 400 ഗ്രാം പടവലങ്ങയുണ്ട്. ഈ അളവിലേക്കാണ് ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങ പറയുന്നത്. അതുപോലെ ഉള്ളിയുടെ അളവും എല്ലാം പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പരിപ്പ് ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2-3 ഉള്ളി അങ്ങനെ തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ്, വലിയ ഉള്ളിയാണെങ്കിലും മുറിച്ച് ചേർക്കുക. അപ്പോൾ ഈ ഉള്ളി ചേർത്തിട്ട് പരിപ്പ് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഉള്ളി ചേർക്കുന്നത്. അതുപോലെ തന്നെ 4-5 കറിവേപ്പിലയും ചേർക്കുക. പിന്നെ ഈ പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഒരു വിസിൽ വരുമ്പോൾ പരിപ്പ് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ പരിപ്പ് കുക്കാവുന്ന സമയത്ത് നമുക്ക് ഈ പടവലങ്ങ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പടവലങ്ങ കട്ട് ചെയ്യാൻ അറിയാത്ത ആളുകൾ മാത്രം ഈ ഒരു പോർഷൻ കാണുക. അറിയുന്ന ആളുകൾ സ്കിപ്പ് ചെയ്തോളൂ. ഞാൻ പടവലങ്ങ ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് പടവലങ്ങയുടെ തൊലി നീക്കും. അതിനുശേഷം കഴുകിയിട്ടാണ് കട്ട് ചെയ്യുക. ആദ്യമേ തന്നെ നമ്മൾ കഴുകിയെടുക്കില്ല, ഈ തൊലി മാറ്റിയിട്ടാണ് കഴുകുക. അപ്പോൾ ഇതാ നമ്മൾ പടവലങ്ങ ഇതുപോലെ തൊലി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പടവലങ്ങ കട്ട് ചെയ്ത് തുടങ്ങാം. ഈ സൈഡ് ഈ തുമ്പ് വരുമ്പോൾ അധികം ബലം ഉണ്ടാവില്ല. ഈ സൈഡിൽ കുറച്ച് ബലം കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് കുറച്ചൊന്ന് കയറ്റി കട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് 2-3 പീസുകളാക്കുക. ഇതിൻ്റെ ഉള്ളിലുള്ള ആ സീഡ്സ് അങ്ങ് റിമൂവ് ചെയ്യുക. ഇതുപോലെ സീഡ്സ് റിമൂവ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പടവലങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഞാൻ ചട്ടിയിൽ കുക്ക് ചെയ്യുന്നുണ്ട്, ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യുക. നിങ്ങൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം. ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചോപ്പിംഗ് ബോർഡിലാണെങ്കിലും ചട്ടിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് വേഗം കുക്കായി കിട്ടും. ഈ ഒരു വലിപ്പത്തിലും തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ
ഈ പടവലങ്ങ മുഴുവൻ കട്ട് ചെയ്തിട്ട് ബാക്കി ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പറയാം. ഞാനത് മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പടവലങ്ങ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ പടവലങ്ങയുടെ കൂടെയും ഉള്ളി കുക്കാവുമ്പോൾ അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ടേസ്റ്റ് കറിക്ക് കൂടുന്നതിനായിട്ടാണ് നമ്മളിതുപോലെ ഉള്ളി ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 2 3 ഒക്കെ കട്ട് ചെയ്യുക. അധികം ചെറിയ പീസായി പോകണ്ട. എന്താണെന്ന് വെച്ചാൽ പടവലങ്ങ കുക്കായി വരുമ്പോൾ നമുക്ക് ആ ഉള്ളി ഒന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ, വല്ലാണ്ട് കുക്കായി പോകാത്ത രീതിയിൽ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. അരപ്പ് റെഡിയാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വലിപ്പത്തിലുള്ള 2 ഉള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടാണ് പടവലങ്ങ കുക്ക് ചെയ്യുക. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മതി മുളക് പൊടി. ഇപ്പോൾ നമ്മൾ പരിപ്പ് കുക്ക് ചെയ്തത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തു. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പടവലങ്ങയും ചേർക്കുക. അതുപോലെ തന്നെ നമുക്ക് എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ കുറേ ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. അപ്പോൾ പടവലങ്ങ കുക്കായി വരാൻ ഇത്രയും വെള്ളം മതി. ഇനി പടവലങ്ങ ഒന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് ഞാനിപ്പോൾ അരച്ചെടുക്കാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പടവലങ്ങ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ പരിപ്പ് കുക്കായി വരുമ്പോൾ പടവലങ്ങയും ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ട് വീണ്ടും ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അരപ്പിലേക്ക് ചേർക്കേണ്ട 1-2 കാര്യങ്ങൾ വിട്ടുപോയി. ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. അതുപോലെ തന്നെ ഒരു 4-5 ഇതിൽ കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ട് വരട്ടെ. ആ സമയമാകുമ്പോൾ നമ്മുടെ പടവലങ്ങയൊക്കെ കുക്കായിക്കോളും. അപ്പോൾ ഇതാ നമ്മൾ പടവലങ്ങ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പടവലങ്ങ കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാനപ്പോൾ അധികം ഉടയ്ക്കുന്ന രീതിയിലല്ല കറി ഉണ്ടാക്കുന്നത്. കുക്കറിലാണെങ്കിൽ പടവലങ്ങ നന്നായിട്ട് ഉടഞ്ഞു വരും കേട്ടോ കുക്ക് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. ഇത് നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് തിളക്കരുത്, അരപ്പൊന്ന് ചൂടായി വരാനേ പാടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അധികം തിക്കല്ല, പക്ഷെ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ചൂടായി കുറുകി വരുമ്പോൾ വീണ്ടും തിക്കായി വരും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർക്കട്ടെ. ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ അരപ്പ് അരച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പടവലങ്ങ കുക്കാവുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വറവ് ചേർക്കാനുള്ളത്. പിന്നെ ചില ആളുകൾ ഇപ്പോൾ കമൻറ്റിൽ ചോദിക്കാം, എന്താണ് തക്കാളി ചേർക്കാത്തത്, അല്ലെങ്കിൽ പുളി വേണ്ടേ, പുളി ഉണ്ടെങ്കിലല്ലേ കറി പെർഫെക്റ്റ് ആവുള്ളൂ എന്നുള്ളത്. ഞാൻ തക്കാളി ചേർക്കാറില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞങ്ങളിവിടെ ചെയ്യുമ്പോൾ തക്കാളി ചേർക്കാതെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തക്കാളി ചേർക്കുന്ന രീതി കാണിക്കാത്തത്. ചെറിയ ബബിൾസ് വന്നാലും പൊട്ടിത്തെറിക്കരുത്. അതിന് മുന്നേ തന്നെയായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് ഇനി ഇത് ചട്ടിയിലിരുന്ന് ഒന്ന് കുറുകി വരും. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. ഈ ഉള്ളിയുടെ കളർ മാറി വരുന്നത് വരെ നമ്മളിനി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളർ മാറിയിട്ട് നമുക്കിതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വറവ് റെഡിയാക്കിയത് ഞാനിപ്പോൾ കറിയിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പടവലങ്ങ പരിപ്പ് കറി. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് ചൂട് കുറഞ്ഞു വരുമ്പോൾ, ചൂടോടെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയൊരു ചൂട് മാറി വരുമ്പോഴാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചൂട് മാറി വരുമ്പോൾ എല്ലാവരും ഈ പടവലങ്ങയും പരിപ്പും കറിയൊക്കെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അതുപോലെ പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. ഏറ്റവും ബെസ്റ്റ് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യില്ലേ. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പികൾ, കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കില്ലേ. പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.